കോൺഗ്രസിന് ഇരട്ട വിജയമാണെങ്കിൽ അങ്ങ് അയൽ സംസ്ഥാനമായ കർണാടകയിൽ മൂന്നിരട്ടി വിജയമാണ് കൊയ്തത്. കേരളവും മഹാരാഷ്ട്രയും ജാർഖണ്ഡിനും ഒപ്പം തന്നെ കർണാടകയിലും ഇന്ന് ഫലമറിയും ദിവസമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചന്നപ്പട്ടണയും ഷിഗാവും കോൺഗ്രസ് പിടിച്ചെടുത്തു. സന്ദേർ സിറ്റിംഗ് സീറ്റും കോൺഗ്രസ് നിലനിർത്തി. ചന്നപ്പട്ടണയിൽ CP യോഗേശ്വറും ഷിഗാവിൽ യൂസഫ് ഖാൻ പത്താനും സന്തൂറിൽ അന്നപൂർണയുമാണ് ജയിച്ചത്. ചന്നപ്പട്ടണയിൽ മത്സരിച്ച മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ കൊച്ചുമകനും കേന്ദ്രമന്ത്രി കുമാരസ്വാമിയുടെ മകനുമായ നിഖിൽ കുമാരസ്വാമി തോറ്റു. ബസവരാജ് ബൊമ്മയുടെ മകൻ ഭരത് ബൊമ്മയും തോൽവി ഏറ്റുവാങ്ങി. ഭരത് കന്യാംഗത്തിലും നിഖിൽ മൂന്നാം അംഗത്തിലുമാണ് പരാജയം രുചിച്ചത്. അച്ഛനമ്മമാരുടെ സിറ്റിംഗ് സീറ്റുകളിലാണ് ഇരുവരും തോറ്റത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുമലത അംബരീഷിനോട് മാണ്ഡ്യയിലും 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമനഗരയിലും നിഖിൽ തോറ്റിരുന്നു. മൂഢ അഴിമതി ആരോപണം അടക്കം കോടികളുടെ അഴിമതി ആരോപണം നേരിടുന്ന കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വൻ ആശ്വാസമാണ് കോൺഗ്രസിന് അനുകൂലമായ ജനവിധി. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി പദ്ധതികൾക്കും സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ജനം നൽകിയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC അധ്യക്ഷൻ DK ശിവകുമാർ പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ 224 അംഗ നിയമസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം 138 ഉയർന്നു. അതേസമയം പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിനാണ് മുന്നേറ്റം നേടിയത്. TMCയുടെ 5 സിറ്റിംഗ് സീറ്റുകളിലേക്കും BJPയുടെ 1 സീറ്റിലേക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ജാർഖണ്ഡിൽ ഭരണ തുടർച്ചയുടെ പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം.